ഷിൻ ഒസാക്ക തൊട്ട് ക്യോട്ടോ വരെയുള്ള ബുള്ളറ്റ് ട്രെയിനാണ് കേട്ടോ ഞാൻ എടുത്തത്. ഞാൻ ഒസാക്ക പോയിട്ട് തിരിച്ചു വരുമായിരുന്നു, ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി. 1980 എന്നെ ആയുള്ളൂ കേട്ടോ. അതിലൊരു അൺറിസർവ്ഡ് ആണ് ഞാൻ എടുത്തത്, നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞ ലോക്കൽ ജനറൽ കമ്പാർട്ട്മെൻറ്റ് പോലെ. സോൾ സ്റ്റേഷൻ ഷിൻ ഒസാക്ക ആയതുകൊണ്ട് തന്നെ കാലിയായിരുന്നു വണ്ടി, അവിടെ നിന്ന് എടുക്കുന്ന വണ്ടിയായിരുന്നു. അപ്പോൾ ഏകദേശം 300 km/h വേഗത കൈവരിക്കാൻ പറ്റുന്ന നൊസോമി എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിലുള്ള ഒരു ട്രെയിനാണ് കേട്ടോ ഇത്. ബുള്ളറ്റ് ട്രെയിനിൽ തന്നെ പല പല കാറ്റഗറി ഉണ്ട്, അതിൽ നൊസോമിയാണ്. ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത് 500 സംതിങ് km/h, പിന്നെ നിലവിലുള്ളത് 350 km/h ആണെന്ന് തോന്നുന്നു ഏറ്റവും സ്പീഡ് കൂടിയത്. ഇൻറ്റീരിയറൊക്കെ അടിപൊളിയായിരുന്നു, ലെഗ് സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല രീതിക്ക്. 7 മണിക്കാണ് എടുക്കേണ്ടിയിരുന്നത്, 6:53 ആയപ്പോൾ തന്നെ വന്നു. കൃത്യം 7 മണിക്ക് തന്നെ അവിടെ നിന്ന് എടുക്കുകയും ചെയ്തിട്ടാണ്. ഏകദേശം ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 54 km ഒസാക്ക ടു ക്യോട്ടോ. അതിൽ 14 മിനിറ്റാണ് ജേണി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രാത്രി ആയതുകൊണ്ട് തന്നെ കാര്യമായ വ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു 280 വരെയൊക്കെ സ്പീഡ് എടുത്തു അത്, പക്ഷെ എന്നാലും അകത്തൊന്നും ഫീൽ ചെയ്യില്ല കേട്ടോ, ജസ്റ്റ് ഒരു വൈബ്രേഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ ബുള്ളറ്റ് ട്രെയിനിന് സെപ്പറേറ്റ് പ്ലാറ്റ്ഫോം, സെപ്പറേറ്റ് ട്രാക്കൊക്കെയാണ്, അതുകൊണ്ട് വേറെ ഡിലേ കാര്യങ്ങളൊന്നും സാധാരണഗതിയിൽ വരാറില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ശരിക്കും ഫീൽ ചെയ്യണമെങ്കിൽ ഒരു ലോങ് ഒക്കെ എടുക്കണം. ഇവിടെ നിന്ന് ഒരു ടോക്കിയോ വരെയോ അങ്ങനെ കുറച്ച് ഡിസ്റ്റൻസ് എടുത്താൽ, ഒരു 2-3 മണിക്കൂർ മിനിമം എടുത്താൽ കറക്റ്റായിട്ട് അത് ഫീൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ.